ഹായ്. അപ്പോൾ ഞാൻ അതേ ഒരു പർച്ചേസിങ്ങിന് പോവാം കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനുണ്ടാകുന്ന ഡ്രസ്സ് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. ഇതിപ്പോൾ 11-ാം തീയതി. ഇന്ന് ഞായറാഴ്ചയാണ്, അടുത്ത ഞായറാഴ്ചയാണ് എൻഗേജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാനേ പോകുന്നുള്ളൂ. ഏട്ടനൊരു കല്യാണമുണ്ട്, ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പോവാണ്. പിന്നെ ഡ്രസ്സ് കണ്ടത് ഇതൊരു ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ. ഈ പാൻറ്റിൻ്റെ തുണിയോട് ഞാൻ നേരെ ടോപ്പ് അടിച്ചതാണ്. പിന്നെ ഒരു കറുപ്പ് ജീൻസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 2 ടോപ്പിന് ഒരു ജീൻസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. ബൈ. നമ്മളിതേ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ, സ്റ്റോപ്പിലാണ്. അങ്ങനെ അതേ ഞാൻ ബസ്സൊക്കെ കയറി ഇടവണ്ണപ്പാറ എത്തി. അപ്പോൾ അതേ ഏട്ടൻ വന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ നേരെ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ റഷീദ വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാരിയാണ് ഞാൻ നോക്കുന്നത് എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാരി സെക്ഷനിൽ വന്നു. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്സിൽ വരുന്ന സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം. ആ ഒരു ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. അതായത് ആ ഒരു ഇതിൽ വരുന്ന കളറാണേ. അപ്പോൾ അതെടുത്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെച്ച് നോക്കിയിട്ടൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ 2-3 കളറൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടമായത് ഈ ഒരു കളറാണ് കേട്ടോ. അങ്ങനെ അതേ ഇതെടുത്തു. ഫൈനലി ഞങ്ങളത് തീരുമാനിച്ചതാ കട്ട് ചെയ്തു കേട്ടോ. ചേച്ചി കട്ട് ചെയ്ത് തന്നു. ഏട്ടതാ നിന്ന് അവിടെ കുഴങ്ങിയിരിക്കുന്നുണ്ടേ. പിന്നെ അതേ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ പേയ്മെൻറ്റൊക്കെ ഏട്ടൻ തന്നെയാണ്, നമ്മളതൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൗസും ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെയിം കളർ ബ്ലൗസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോരുന്ന വഴി ഇതാ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതൊന്നും ഇങ്ങനെ കണ്ണൊടിച്ച് വന്നു കേട്ടോ. അപ്പോൾ അതേ നാടൻ ചായ എന്നാണ് പറയുന്നത്. ഓരോ ചായ കുടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നോട്ടൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ചിക്കൻ റോളല്ല, ബീഫ് റോളും ചായയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ബാക്കിലായിട്ട്, ടീ ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞങ്ങളിവിടെ പുറത്ത് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളൊരു മുറത്തിലാണ് ചായ കൊണ്ടുവന്നിട്ടുള്ളത്, കടി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളൊരു എക്സ്ട്രാ ഒരു സമൂസയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ആണുള്ളത്. അത് കഴിഞ്ഞ് പോന്നു ഞങ്ങളിതേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് കക്കരിക്കൊക്കെ വാങ്ങാണ്ടായിരുന്നു. പേരക്കൊക്കെ പ്രാന്താണ് ഗൈസ്, എവിടെ കണ്ടാലും വാങ്ങും. അതും വലുതല്ല, ചെറുത് കേട്ടോ. ചെറിയ പേരക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന്. പിന്നെ ദേ ഞങ്ങളൊന്ന് ചിക്കൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ദേ ചിക്കൻ വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു മഹനീയ സാന്നിധ്യത്തെ കാണുന്നത് കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളുടെ പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ട്, പിന്നെ സേവ് ദ ഡേറ്റ്, വെഡ്ഡിംഗ് ഒക്കെ ചെയ്തത് വരെ തന്നെയാണ്. പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കുറച്ചിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഒരുമിച്ച്. അവർ മുന്നിൽ പോകുന്നുണ്ട്, ഞങ്ങളും കൂടെ അങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത്. ഇല്ല, സംഭവം ഞാൻ തെറ്റാണ്, പക്ഷേ ഞങ്ങൾ പോയിട്ടോ. അങ്ങനെ ദേ അവരുടെ കൂടെ വന്നിട്ട് പിന്നെ ദേ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബായ്.